പത്തനംതിട്ട കോന്നി തൂമ്പാക്കുളത്ത് ഓട്ടോ മറിഞ്ഞ് മരിച്ച വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 8 വയസ്സുള്ള ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണനുമാണ് അപകടത്തിൽ മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇരുവരും പഠിച്ച കരുമാൻതോട്ടിലെ ശ്രീനാരായണ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെയാണ് കോന്നി തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടമുണ്ടായത്. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, അത്യന്തം ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു. ഇന്നലെ രാത്രി വൈകി രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കൂടി മരണം അറിഞ്ഞിരുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങ്? പത്തനംതിട്ട കോന്നി തൂമ്പാക്കുളത്താണ് ഇന്നലെ സ്കൂളിൽ നിന്ന് പോവുകയായിരുന്ന കുട്ടികളെയും കൊണ്ട് പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞത്. പാമ്പിനെ കണ്ട് ഓട്ടോ ഡ്രൈവർ വെട്ടിച്ചത് നേരെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, വളരെ വേദനയോടെയാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണവും ഇന്നലെ രാത്രി അറിഞ്ഞത്. നിലവിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ശ്രീയ, ആദിലക്ഷ്മി യദുകൃഷ്ണൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാവും. എന്തായാലും 2 കുട്ടികളെയും, ആദിലക്ഷ്മിയെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ യദുകൃഷ്ണനെ കോന്നി മെഡിക്കൽ കോളേജിലുമാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ആദിലക്ഷ്മിയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കാൻ സാധ്യത കൃത്യമായൊരു സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. എന്തായാലും ആദിലക്ഷ്മിയുടെ പിതാവ് വിദേശത്താണ്. കൊച്ചിയിൽ രാവിലെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ തീരുമാനം ഇതുവരെ കുടുംബത്തിന്റെ ഉണ്ടായിട്ടില്ല. ആ സമയം യദുകൃഷ്ണന്റെ മൃതദേഹം ഇത് തന്നെ സംസ്കരിക്കാമെന്നുള്ള തീരുമാനമാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം കരുമാത്തോട്ടിലെ സ്കൂളിൽ എത്തിച്ച ശേഷം ഈ മൃതദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും സംസ്കാര സംസ്കാരം നടക്കുക. എന്തായാലും ആദിലക്ഷ്മിയുടെ പിതാവ് വന്നതിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. ഇന്ന് രാവിലെ എത്തുമെന്നാണ്, നെടുമ്പാശ്ശേരി എത്തും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെ കുറിച്ച് തീരുമാനിക്കാനാണ് വീട്ടുകാർ, ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ 10 മണിക്ക് ശേഷം പൂർത്തിയാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കുട്ടികളുടെ 2 പേരുടെയും മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. 6 കുട്ടികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്, ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആദ്യം ലഭിക്കുന്നത് 5 കുട്ടികളെന്നാണ് ആദ്യം ലഭിച്ചിരുന്നത്. പിന്നീട് ഈ കുട്ടികളെ എല്ലാം, പരിക്കേറ്റ കുട്ടികളെയും മരിച്ച ആദിലക്ഷ്മി അടക്കമുള്ള കുട്ടികളെ ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ യദുകൃഷ്ണന്റെ കാര്യം പിന്നീട് പുറത്തു വരുന്നത്. രാത്രി വൈകിയാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. പിന്നീട് വീണ്ടും നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലുള്ള ഒടുവിലാണ് ഈ 4.5 വയസ്സുകാരൻ യദുകൃഷ്ണൻ ഈ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന തോട്ടിന് തൊട്ട് താഴെ ഒരു പാറയിടുക്കിൽ വെള്ളത്തിൽ കിട്ടുകയായിരുന്നു കുട്ടിയെ. പിന്നീടാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തത്. എന്തായാലും ദാരുണമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. എന്തായാലും ഓട്ടോറിക്ഷയിൽ ഈ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ശ്രീജ.